അതുപോലെ തന്നെ സഹവികാരിയുമായ ഫാദർ ഡെനിൽ പീറ്റർ, സെൻട്രൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തോമസ്, സെൻട്രൽ സ്കൂൾ കോർഡിനേറ്റേഴ്സായ ലജി മാം, എം, സ്മിതി മാം, പ്രിയ മാം, ബാക്കി കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ആദരണീയരായ മാതാപിതാക്കളെ, ഉണർന്നിരിപ്പി, അനുഗ്രഹം പ്രാപിച്ചിടാം, അല്ലെങ്കിൽ ഏത് സമയവും അനുഗ്രഹം ഉണ്ടായിരിക്കാം. ഈ മൈൻഡ്ഫുൾ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്, ഇതായിരുന്നു നമ്മുടെ OVPSന്റെ തീം. കഴിഞ്ഞ 4 ദിവസമായി, 3 ദിവസം കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസമാണ്. 4 ദിവസമായി നമ്മുടെ കുട്ടികൾ ഉണർന്നിരിക്കുകയായിരുന്നു ഈ പള്ളിയിൽ. അവര് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വിവിധങ്ങളായ പരിപാടികൾ, നമ്മുടെ പവർ പാക്ട് റിസോഴ്സ് പേഴ്സണായ ഡെനിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ഭയങ്കരായ അധ്യാപകരുടെ, അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ്, എല്ലാ വിഭാഗത്തിലുള്ള വോളണ്ടിയേഴ്സ്, നമ്മുടെ കുഞ്ഞുങ്ങളായ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ മാതാപിതാക്കളായ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ മാതാപിതാക്കളുടെ ആയ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഇവരാരും വെറുതെ വോളണ്ടിയേഴ്സ് ആവുക മാത്രമായിരുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാ പാർട്ടികളിലും, കളികളിലും, ഭക്ഷണത്തിലും ഒരുമിച്ച് ഒരേപോലെ ഉണർവുള്ളവരായി ഈ പള്ളിയിലും പരിസരത്തിലും നമ്മൾ 4 ദിവസമായി സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പങ്കിടലിൻ്റെ അനുഭവങ്ങളായിരുന്നു. അതിന് പങ്കാളിയാകാൻ സാധിച്ചതിന് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്തരമൊരു പരിപാടി എനിക്കറിയാം, അനീഷ് നമ്മളെ ഓർമ്മിപ്പിച്ചു. നമ്മുടെയൊക്കെ ഓർമ്മയിലെ ഏറ്റവും മനോഹരമായ, ഇപ്പോഴും മനോഹരമായി നിലനിൽക്കുന്ന ഓർമ്മകൾ OVPSൻ്റെതാണ്. ഒരു കമ്മ്യൂണിറ്റി ലൈഫ്. അച്ഛൻ പറഞ്ഞു, അച്ഛനൊക്കെ 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പള്ളിയിൽ തന്നെ താമസിച്ച്, രാത്രി പകലും താമസിച്ച് ഒരു കമ്മ്യൂണിറ്റി ലൈഫ് അനുഭവിച്ചിരുന്ന അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ലൈഫായിരുന്നു കഴിഞ്ഞ 4 ദിവസമായി നമ്മുടെ കുട്ടികൾക്കും, നമ്മുടെ ടീച്ചർമാർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും ഇവിടെ ഉണ്ടായിരുന്നത്. ആരും ഒരു കാര്യത്തിലും മാറി നിന്നതായി, അല്ലെങ്കിൽ ആരെയും എന്തെങ്കിലും കാര്യത്തിൽ മാറ്റി നിർത്തിയതായി കണ്ടിരുന്നില്ല. എല്ലാവരും ഒരുപോലെ പങ്കെടുത്ത ഒരു ഉത്സവമായിരുന്നു. ഇതിൽ പരം ഒരു വെക്കേഷൻ ക്യാമ്പ് ഈ വർഷം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നമ്മുടെ കുട്ടികളെ സജ്ജരാക്കിയ എല്ലാ അധ്യാപകർക്കും, നമ്മുടെ പള്ളിയിലെ ഭാരവാഹികൾക്കും, നമ്മുടെ വികാരി അച്ഛനും, അതുപോലെ തന്നെ റിലേഷനെ പറ്റി എനിക്കൊന്ന് ഇനി കൂടുതൽ പറയാനുണ്ടാകും ആൾക്കാർക്ക്. പക്ഷേ ഇത്രയും പവർ പാക്ഡ് ആയിട്ടുള്ള, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള, ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മുടെ കുട്ടികൾ എന്താ പറയുക, പഴയ പേപ്പറിലെ പൈപ്പൂതുകാരൻ്റെ പുറകെ പോയ പോലെ അച്ഛൻ്റെ കൂടെ ഓരോ പരിപാടിയിലും ഓരോ നിമിഷത്തിലും ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഊർജം, അത് അവരുടെ മുന്നോട്ടുള്ള ഈ വരുന്ന വെക്കേഷൻ സമയം, അതിനുശേഷമുള്ള സ്കൂൾ സമയം, അതിനുശേഷമുള്ള അവരുടെ ജീവിതകാലം മുഴുവൻ വളരെ അനുഗ്രഹപ്രദമായ ഓർമ്മകളായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, വരും വർഷങ്ങളിലും നമുക്കിതിൽ ഭംഗിയായി OVPS നടത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം നിങ്ങളുടെ പേരിൽ ഒരു നന്ദി വാക്ക് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുവാനായി നമ്മൾ ഇങ്ങനെ അവസരം ഉണ്ടാക്കി തന്ന അധ്യാപകർക്ക്, എല്ലാ രക്ഷകർത്താക്കളുടെയും, എല്ലാ മാതാപിതാക്കളുടെയും, ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളുടെയും, ഗ്രാൻഡ് പേരൻസിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവാനുഗ്രഹങ്ങൾ. താങ്ക് യു.